നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവവികാസങ്ങളിലേക്ക്. കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ വാഹനാപകടത്തിൽ യുവാവിന് ദാരുണാന്ത്യം. കുന്നിക്കോട് വിളക്കുടിക്ക് സമീപമായിരുന്നു അപകടം. കാവൽപുര സ്വദേശി അഖിലാണ് മരിച്ചത്. ഓൺലൈൻ വ്യാപാരത്തിനും ചെയിൻ ഷോപ്പുകളുടെ കടന്നുകയറ്റത്തിനുമെതിരെ ക്യാമ്പയിന് തുടക്കം. സൗത്ത് വിഷന്റെ നേതൃത്വത്തിലാണ് ബോധവൽക്കരണ ക്യാമ്പയിൻ ആരംഭിച്ചത്. നമ്മുടെ സമ്പത്ത് നമ്മുടെ നാടിനെ എന്ന ആശയം ഉയർത്തിയാണ് ക്യാമ്പയിൻ. കടലിൽ മുങ്ങിയ കപ്പലിന്റെയും കണ്ടെയ്നറുകളുടെയും അവശിഷ്ടങ്ങളിൽ മത്സ്യബന്ധന വലകൾ കുരുങ്ങുന്നു. മത്സ്യബന്ധനത്തിന് പോകുന്ന ബോട്ടുകളിലെ വലകൾക്ക് നാശം സംഭവിക്കുന്നത് പതിവ്. അഴീക്കലിൽ നിന്നും കഴിഞ്ഞ ദിവസം കടലിൽ പോയ ബോട്ടിന്റെ വലകളും നശിച്ചു. തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കുന്നെന്ന ആരോപണം. തഴവ ഗ്രാമപഞ്ചായത്തിലേക്ക് കോൺഗ്രസ് മാർച്ച്. പ്രതിഷേധ സംഗമവും നടത്തി. വിശദമായ വാർത്തകളിലേക്ക്. വാഹനാപകടത്തിൽ യുവാവിന് ദാരുണാന്ത്യം. കുന്നിക്കോട് വിളക്കുടിക്ക് സമീപമായിരുന്നു അപകടം. കാവൽപുര സ്വദേശി അഖിലാണ് മരിച്ചത്. കൊല്ലം തിരുമംഗലം ദേശീയപാതയിലുണ്ടായ അപകടത്തിൽ യുവാവിന് ദാരുണാന്ത്യം. കുന്നിക്കോട് വിളക്കുടിക്ക് സമീപമാണ് അപകടമുണ്ടായത്. സമീപത്തെ പാഴ്സൽ സർവീസ് സ്ഥാപനത്തിലെ ജീവനക്കാരനായ കാവൽപുര സ്വദേശി അഖിലാണ് മരിച്ചത്. രണ്ടുപേരുടെ നില ഗുരുതരമാണ്. കഴിഞ്ഞ ദിവസം രാത്രി 11:30യോടെയായിരുന്നു അപകടം. കൊട്ടാരക്കരയിൽ നിന്നും പുനലൂർ ഭാഗത്തേക്ക് വരികയായിരുന്ന ടിപ്പർ ലോറി നിയന്ത്രണം വിട്ട് എതിർദിശയിൽ വന്ന അഖിൽ സഞ്ചരിച്ച സ്കൂട്ടറിന് മുകളിലൂടെ കയറിയിറങ്ങുകയായിരുന്നു. സമീപത്തെ വൈദ്യുത പോസ്റ്റിൽ ഇടിച്ചാണ് ലോറി നിന്നത്. മുന്നിൽ സഞ്ചരിച്ച മറ്റൊരു സ്കൂട്ടറിൽ ഇടിച്ച ശേഷമാണ് ലോറി അഖിലിനെ ഇടിച്ചിട്ടത്. അഖിൽ സഞ്ചരിച്ചിരുന്ന ഇരുചക്ര വാഹനം പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. പരിക്കേറ്റ അഖിലിനെ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചപ്പോഴാണ് മരണം സംഭവിച്ചത്. മറ്റൊരു ബൈക്കിൽ സഞ്ചരിച്ചിരുന്ന രണ്ടുപേരെ ഗുരുതര പരിക്കുകളോടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിന് പിന്നാലെ വാഹനത്തിൽ നിന്നും ഇറങ്ങി ഓടി രക്ഷപ്പെട്ട ഡ്രൈവർ കലയപുരം സ്വദേശി രാഹുലിനെ കുന്നിക്കോട് പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക വിവരം. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ഇൻഡോ പാക് യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച ജവാൻ പ്ലാശ്ശേരിൽ ഡി കൃഷ്ണന്റെ വീരചരമവാർഷികം ആചരിച്ചു. കരുനാഗപ്പള്ളി നഗരസഭ, കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് എന്നിവ സംയുക്തമായാണ് വീരമൃത്യു ദിനം ആചരിച്ചത്. ഇൻഡോ പാക് യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച വീരജവാൻ പ്ലാശ്ശേരിൽ ഡി കൃഷ്ണന്റെ 60ാമത് വീരചരമ വാർഷികമാണ് ആചരിച്ചത്. കരുനാഗപ്പള്ളി നഗരസഭ, കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ്, കരുനാഗപ്പള്ളി താലൂക്ക് കമ്മിറ്റി എന്നിവ സംയുക്തമായാണ് വീരമൃത്യു ദിനാചരണം സംഘടിപ്പിച്ചത്. നഗരസഭാ ചെയർമാൻ പടിപ്പുര ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു. ഒരു ട്രസ്റ്റ് പോലെ ഉണ്ടാക്കിയ ഒരു ട്രസ്റ്റ് ഇത്രയും പേര് വന്നു. എനിക്കറിയാം എക്സ് സർവീസ് ലീഗിന്റെ കുറെ ശ്രമവും അല്ലാത്ത നടന്നിട്ടുണ്ട്. എങ്കിലും 100% ചിദംബരം സാറിന്റെ ഓടി നടത്തിയാണ്, ഈ വാർദ്ധക്യത്തിലും അദ്ദേഹത്തിന്റെ ഓടി നടത്തിയാണ് നമ്മളെല്ലാവരും ഒത്തുകൂടാനുള്ള സാഹചര്യം ഒരുക്കുന്നത്. അതുകൊണ്ട് ഇതെന്നും നിലനിർത്തി കാണണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് KSESL താലൂക്ക് പ്രസിഡന്റ് പി സതീഷ് ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനിലസ് കല്ലേലി ഭാഗം, കേണൽ ഡി ശശികുമാർ, സുനിത സലിംകുമാർ, തുളസി ശങ്കർ, ചിദംബരൻ, ജയശ്രീ ദിനമണി, ശ്രീദേവി എസ്, എം അൻസാർ, കോടിയാട്ട് രാമചന്ദ്രൻ പിള്ള, പി സുബ്രഹ്മണ്യൻ, ജനാർദ്ദനൻ പിള്ള തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. 16 വർഷങ്ങൾക്ക് ശേഷം പിതൃപുത്ര സമാഗമം. കൊല്ലം കുളത്തൂപ്പുഴ സ്വദേശി ആരോമലിനെ 16 വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടിയതിന്റെ ആഹ്ലാദത്തിലാണ് പിതാവ് ബാലകൃഷ്ണൻ. കുടുംബകലഹത്തെ തുടർന്ന് ആരോമലിന് 1 വയസ്സ് തികയുന്നതിന് മുൻപ് അമ്മ അമ്പിളി മകനുമായി വീട് വിട്ടിറങ്ങുകയായിരുന്നു. നീണ്ട 16 വർഷത്തിനു ശേഷം അപ്രതീക്ഷിതമായിരുന്നു ആ കോൾ. ജനിച്ച് 1 വയസ്സ് തികയും മുമ്പേ
തന്റെ മുന്നിൽ നിന്നും നഷ്ടപ്പെട്ടു പോയ മകൻ സുരക്ഷിതമായി കൊല്ലം അനാഥ മന്ദിരത്തിലുണ്ടെന്നും കൂട്ടിക്കൊണ്ടുപോകണമെന്നുമായിരുന്നു ആ കോളിന്റെ ഉള്ളടക്കം. കുറച്ചുനേരം സ്തംഭിച്ചിരുന്നെങ്കിലും ബാലകൃഷ്ണൻ പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് പുറപ്പെട്ടു. കൊല്ലം കുളത്തൂപ്പുഴ സാംനഗർ ആശാരിക്കോണം സ്വദേശികളായ ബാലകൃഷ്ണന്റെയും അമ്പിളിയുടെയും മകനാണ് അപ്പു എന്ന് വിളിക്കുന്ന ആരോമൽ. ജനിച്ച് 1 വയസ്സ് തികയും മുമ്പേ വീട്ടിലുണ്ടായ കുടുംബകലഹത്തെ തുടർന്ന് ഭർത്താവായ ബാലകൃഷ്ണനെയും ഉപേക്ഷിച്ച് അപ്പുവിനെയും കൊണ്ട് അമ്മ അമ്പിളി വീട് വിട്ടിറങ്ങിയതായിരുന്നു. പിന്നീട് ഇവരെക്കുറിച്ച് യാതൊരു വിവരവും ഉണ്ടായില്ല. കാത്തിരിപ്പുകൾക്കൊടുവിലാണ് 16 വർഷങ്ങൾക്ക് ശേഷം ഈ ഫോൺ കോൾ എത്തുന്നത്. കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ നിന്നുമാണ് കോൾ വന്നത്. കേട്ടത് സ്വപ്നമോ യാഥാർത്ഥ്യമോ എന്നറിയാൻ ഏറെ സമയമെടുത്തുവെന്ന് അപ്പുവിന്റെ ബന്ധുക്കൾ പറയുന്നു. തുടർന്ന് കൊല്ലം ചൈൽഡ് ലൈൻ ഓഫീസിലേക്ക് ഇവർ എത്തി. 16 വർഷങ്ങൾക്ക് ശേഷം അച്ഛനും മകനും നേരിൽ കണ്ട കാഴ്ച ഏവരുടെയും കണ്ണുകൾ ഈറനണിയിക്കുന്നതായിരുന്നു. നമ്മൾ പോലും അറിയാതെ ഈ വീട്ടിലൊരു കോള് വന്നത് നമ്മൾ പോവാനും കാര്യം. 16 വർഷം അല്ലേ? 16 വർഷത്തിന് ശേഷം ഇപ്പം കുഞ്ഞിനെ കണ്ടു കിട്ടിയത്. നല്ല എവിടെയാണെന്ന് നമുക്കറിയത്തില്ല. ഇതിനെ പഠിപ്പിച്ച് ഇതിനെന്തെങ്കിലും ചെയ്തെങ്കിൽ കൊള്ളായിരുന്നു. അതിന്റെ ആഗ്രഹം ഒന്ന് നിറവേറിയ കൊള്ളായിരുന്നു. ഇവന്റെ അച്ഛന് സുഖമില്ലാത്ത ഒരു തന്ത, അതിനെ കൊണ്ട് ജോലി ചെയ്ത് പഠിപ്പിക്കാനുള്ള കഴിവൊന്നും ഇല്ല. ബാലകൃഷ്ണൻ നിർധന കുടുംബത്തിലെ അംഗമാണ്. രോഗാവസ്ഥയിൽ കഴിയുന്ന ബാലകൃഷ്ണന് ആശ്രയം സഹോദരി വിലാസിനി മാത്രമാണ്. അപ്പുവിന് മോട്ടോർ മെക്കാനിക്കലായി സുഖമില്ലാത്ത അച്ഛനെ നോക്കണമെന്നാണ് ആഗ്രഹം. 10ാം ക്ലാസ്സിൽ ഉന്നത വിജയം കൈവരിച്ച അപ്പു ഇനി അതിനുള്ള ശ്രമത്തിലാണ്. ഏറെ പ്രതിസന്ധികൾ ജീവിതത്തിലുണ്ടായെങ്കിലും ഇനിയെങ്കിലും സ്വന്തം കുടുംബത്തിന് താങ്ങാവണമെന്ന ആഗ്രഹമാണ് ഈ കൊച്ചുമിടുക്കനുള്ളത്. ന്യൂസ് ബ്യൂറോ, കുളത്തൂപ്പുഴ. മലയാള ഭാഷാ അധ്യാപകൻ തെക്കേ ഭാഗത്ത് KP ഭാസ്കരൻ പിള്ള അനുസ്മരണം മൈനാഗപ്പള്ളിയിൽ നടത്തി. തെക്കേ ഭാഗത്ത് KP ഭാസ്കരൻ പിള്ള ഫൗണ്ടേഷനാണ് അനുസ്മരണം സംഘടിപ്പിച്ചത്. ആദരവ്, പുസ്തക പ്രകാശനം, സമ്മാനദാനം എന്നിവയും ഇതോടനുബന്ധിച്ച് നടത്തി. ഗ്രന്ഥകർത്താവും മലയാള ഭാഷാധ്യാപകനുമായിരുന്ന തെക്കേ ഭാഗത്ത് KP ഭാസ്കരൻ പിള്ള അനുസ്മരണം നടത്തി. തെക്കേ ഭാഗത്ത് KP ഭാസ്കരൻ പിള്ള ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ മൈനാഗപ്പള്ളിയിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. കോവൂർ കുഞ്ഞുമോൻ MLA അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഏത് തലത്തിലായിരിക്കണം അതുണ്ടാകേണ്ടത്? അങ്ങനെ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളോടുകൂടി ജീവിച്ച ഒരു നല്ല മനുഷ്യനായിരുന്നു. ഞങ്ങൾക്കെല്ലാം ഏറ്റവും ഇഷ്ടവും അടുപ്പവും ബഹുമാനവും ഒക്കെയുള്ള ഒരു കുടുംബമാണ് തെക്കേ ഭാഗത്ത് കുടുംബം. അപ്പോൾ KP സാറ് ഉയർത്തിയെടുത്തിയ മൂല്യങ്ങൾ, ആ മൂല്യങ്ങൾ ഇപ്പോഴും കാത്തു സംരക്ഷിക്കപ്പെടുകയും അതാണ് KP സാറിനെ നമ്മൾ അനുസ്മരിക്കുമ്പോൾ പറയാൻ കഴിയുന്ന വാക്കുകൾ. ഇവിടെ പ്രഗത്ഭമതികളായിട്ടുള്ളവർ നമ്മുടെ ഒരുപാട് പേർ. പടിഞ്ഞാറേക്കല്ലട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ C ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. പ്രഥമ ഭാസ്കര സാഹിത്യ പുരസ്കാരം എഴുത്തുകാരൻ ബെന്യാമിന് സമ്മാനിച്ചു. അത്തരത്തിലുള്ള ഒരു ഉപകരണം എന്ന നിലയിൽ എടുക്കേണ്ടത്. രണ്ടാമത്തെ ഒരു വായന നമുക്കുണ്ടായിരുന്നത് അറിവ് ആർജിക്കുക എന്ന് പറയുന്ന തരത്തിൽ നിന്നുകൊണ്ട് ഉള്ള ഒരു വായനയാണ്. സത്യത്തിൽ പുതിയ സാങ്കേതിക വിദ്യകളുടെ IT-യുടെയും അല്ലെങ്കിൽ നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയും ഒക്കെ കാലത്ത് നമ്മൾ അറിവ് നമ്മുടെ ശേഖരിച്ചു വെക്കുന്നതിന് വേണ്ടി വായിക്കുക എന്ന് പറയുന്നത് പോലും യഥാർത്ഥത്തിൽ പുതിയ കാലത്ത് വ്യർത്ഥമായി മാറിയിട്ടുണ്ട്. കോട്ടയം യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ അരവിന്ദ് കുമാർ പുരസ്കാര സമർപ്പണം നടത്തി. കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല പ്രൊഫസർ ഡോക്ടർ KB ശെൽവമണി ജൂറി റിപ്പോർട്ടും പ്രശംസയും നടത്തി. അഡ്വക്കേറ്റ് ബിജു കുമ്പളയിൽ പ്രൊഫസർ ഡോക്ടർ അരവിന്ദ് കുമാറിനെ പരിചയപ്പെടുത്തി. ചടങ്ങിൽ അദ്ദേഹത്തെ ആദരിച്ചു. ചവറ KS പിള്ള പുസ്തകം പരിചയപ്പെടുത്തി. KP ഭാസ്കരൻ പിള്ളയുടെ 8ാമത്തെ പുസ്തകം കുട്ടികളുടെ കഥാചന്ദ്രിക ചെറുകഥാ സമാഹാരം പ്രകാശനം ചെയ്തു. കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ PK ഗോപൻ പ്രകാശനം നിർവഹിച്ചു. ചവറ KS പിള്ള പുസ്തക പരിചയം നടത്തി. എഴുത്തുകാരനും D വിനയചന്ദ്രൻ പുരസ്കാര ജേതാവുമായ PK അനിൽകുമാറിനെ ചടങ്ങിൽ ആദരിച്ചു. പ്രണയകുടീരത്തിൽ നിന്നെയും കാത്ത് എന്ന സ്വാതികൃഷ്ണയുടെ പുസ്തകവും ചടങ്ങിൽ പ്രകാശനം ചെയ്തു. P ശിവപ്രസാദ്, എബി പാപ്പച്ചൻ, S ശശികുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. മൈനാഗപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വർഗീസ് തരകൻ ജീവകാരുണ്യ പ്രവർത്തന ധനസഹായ വിതരണം നടത്തി. ശാസ്താംകോട്ട SI KH ഷാനവാസ് ചികിത്സാ ധനസഹായം വിതരണം ചെയ്തു. കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പ് വിതരണം മൈനാഗപ്പള്ളി മന്മഥൻ നായർ നിർവഹിച്ചു. B വിഷ്ണു, അഡ്വക്കേറ്റ് ശൂരനാട് ചന്ദ്രശേഖരൻ, ബിജികുമാരി, KP ദിനേശ് തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട.
മത്സ്യബന്ധനത്തിന് പോകുന്ന ബോട്ടുകളിലെ വലകൾക്ക് നാശം സംഭവിക്കുന്നത് പതിവാകുന്നു. കടലിൽ മുങ്ങിയ കപ്പലിന്റെയും കണ്ടെയ്നറുകളുടെയും അവശിഷ്ടങ്ങളിൽ മത്സ്യബന്ധന വലകൾ കുരുങ്ങുന്നതാണ് വലകൾ നശിക്കാൻ കാരണമാകുന്നത്. ലക്ഷങ്ങളുടെ നഷ്ടമാണ് ഇതുമൂലം സംഭവിക്കുന്നത്. അഴീക്കലിൽ നിന്നും കഴിഞ്ഞ ദിവസം കടലിൽ പോയ ബോട്ടിന്റെ വലകളും നശിച്ചു. കഴിഞ്ഞ ദിവസം അഴീക്കലിൽ നിന്നും കടലിൽ പോയ പൊങ്കാല ബോട്ടിലെ വലകളാണ് നശിച്ചത്. കപ്പലപകടത്തെ തുടർന്ന് കപ്പലിൽ നിന്നും വീണ അവശിഷ്ടങ്ങളിലും കണ്ടെയ്നറുകളിലും കുരുങ്ങിയാണ് വലകൾ നശിക്കുന്നതെന്ന് മത്സ്യത്തൊഴിലാളികൾ പറയുന്നു. വല പൂർണ്ണമായും നശിക്കുന്നതുകൊണ്ട് ലക്ഷങ്ങളുടെ നഷ്ടമാണ് മത്സ്യത്തൊഴിലാളി മേഖലയിൽ ഉണ്ടായി വരുന്നത്. വലയുൾപ്പെടെ നശിച്ചാൽ നഷ്ടപരിഹാരം ഉൾപ്പെടെ ലഭിക്കുന്നുമില്ല. GPS സംവിധാനം ഉപയോഗിച്ച് അവശിഷ്ടങ്ങൾ കിടക്കുന്ന ഭാഗങ്ങൾ മത്സ്യത്തൊഴിലാളികൾക്ക് വ്യക്തമാക്കി നൽകണമെന്ന ആവശ്യം നേരത്തെ ഉയർന്നിരുന്നു. എന്നാൽ ഇക്കാര്യത്തിലും ബന്ധപ്പെട്ടവർ മൗനം പാലിക്കുകയാണ്. ഫിഷറീസ് വകുപ്പാകട്ടെ വലകൾ നശിച്ചു കഴിഞ്ഞാൽ യാതൊരുവിധ നടപടികളും സ്വീകരിക്കുന്നില്ല. സംഭവത്തിൽ ശക്തമായ പ്രതിഷേധവുമായി പൂക്കോട്ട് കരയോഗം രംഗത്തെത്തി. മത്സ്യത്തൊഴിലാളികൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ നൽകണമെന്നും വലകൾ നഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ നഷ്ടപരിഹാരം നൽകണമെന്നും കരയോഗം ആവശ്യപ്പെട്ടു. വലകൾ നശിക്കുന്ന സാഹചര്യത്തിൽ നടപടി ആവശ്യപ്പെട്ട ശക്തമായ പ്രക്ഷോഭത്തിന് ഒരുങ്ങുകയാണ് പൂക്കോട്ട് കരയോഗം. കഴിഞ്ഞ 2 ആഴ്ചയോളമായി നിരവധി ബോട്ടുകളിലെ വലകളാണ് കടലിലെ അവശിഷ്ടങ്ങൾ കുരുങ്ങി നശിച്ചത്. ഇതുമൂലം മത്സ്യത്തൊഴിലാളികൾക്ക് ജോലിയില്ലാതാകുന്ന സാഹചര്യവുമുണ്ട്. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. പുസ്തക പ്രകാശനവും ആദരവും സംഘടിപ്പിച്ചു. മൺട്രോത്തുരുത്ത് സർഗദ്വീപ് സാംസ്കാരിക കൂട്ടായ്മയാണ് പരിപാടി സംഘടിപ്പിച്ചത്. കവി രാജു രഞ്ജിത്ത് മൺട്രോയുടെ അനശ്വരതയുടെ ഉൾക്കനൽ എന്ന കവിതാ സമാഹാരമാണ് പ്രകാശനം ചെയ്തത്. മൺട്രോത്തുരുത്ത് സർഗദ്വീപ് സാംസ്കാരിക കൂട്ടായ്മയാണ് പുസ്തക പ്രകാശനവും പ്രതിഭകൾക്കുള്ള ആദരവും സംഘടിപ്പിച്ചത്. കൊടിക്കുന്നിൽ സുരേഷ് MP ഉദ്ഘാടനം ചെയ്തു. ഈ ഗ്രാമത്തിന്റെ പ്രത്യേകതകളെക്കുറിച്ചോ ഞാനിവിടെ പറയേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ പുസ്തകം രചിക്കുന്നവർക്കും മറ്റ് സാഹിത്യ സൃഷ്ടികൾ നടത്തുവാൻ ആഗ്രഹിക്കുന്നവർക്കും ഏറ്റവും അനുയോജ്യമായ ഒരു സ്ഥലമാണ് മൺട്രോത്തുരുത്ത്. കല്ലടയാറും അതുപോലെ അഷ്ടമുടിക്കായലും ഒരുമിച്ച് ചേരുന്ന ഈ മനോഹരമായ നാട്, പ്രകൃതി അനുഗ്രഹിച്ച് നൽകിയിരിക്കുന്ന ഒരു നാടാണ്, ഒരു ദ്വീപാണ് മൺട്രോത്തുരുത്ത്. അങ്ങനെ പ്രകൃതി അനുഗ്രഹിച്ച് നൽകിയ ഈ പ്രകൃതി രമണീയമായ മൺട്രോത്തുരുത്തിൽ ഇപ്പോൾ സിനിമ ഷൂട്ടിങ്ങിന്റെ ഒരു കേന്ദ്രമായി, സിനിമകളുടെ ഒരു പ്രധാനപ്പെട്ട ലൊക്കേഷനായി സർഗദ്വീപ് പ്രസിഡന്റ് ജയചന്ദ്രൻ D. ഉല്ലാസ് അധ്യക്ഷത വഹിച്ചു. കവി രാജു രഞ്ജിത്ത് മൺട്രോയുടെ കവിതാ സമാഹാരം അനശ്വരതയുടെ ഉൾക്കനൽ സാഹിത്യ നിരൂപകൻ ഡോക്ടർ പ്രസന്ന രാജൻ പ്രകാശനം ചെയ്തു. അറബ് യൂണിവേഴ്സിറ്റി ഡീൻ ഡോക്ടർ ഷെറിമോൻ PC പുസ്തകം ഏറ്റുവാങ്ങി. തീർച്ചയായിട്ടും ഈ കവിതകൾ നിങ്ങൾ വളരെ ശ്രദ്ധാപൂർവം വായിക്കുകയും അദ്ദേഹത്തിന്റെ കവിതകളെക്കുറിച്ച് ആലോചിക്കുകയും കഴിയുമെങ്കിൽ ഇത്തരത്തിലുള്ള ക്ലബ്ബുകളിൽ അദ്ദേഹത്തിന്റെ കവിതകൾ വായിക്കുകയും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ചെയ്യുക. പുതിയ കവികളെ നമുക്ക് പ്രോത്സാഹിപ്പിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. സാഹിത്യ മേഖലയിൽ നിരവധി അംഗീകാരങ്ങൾ നേടിയ കവി ശ്രീനിലയം രതീശനും 25-ലേറെ വിവിധ മേഖലകളിലെ പ്രതിഭാശാലികളെയും ചടങ്ങിൽ ആദരിച്ചു. കലാപരിപാടികൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി സൂര്യകുമാർ ഉദ്ഘാടനം ചെയ്തു. നമ്മൾക്ക് അനിവാര്യമായിട്ടുള്ള എല്ലാ സോഴ്സും നമ്മുടെ മൺട്രോത്തുരുത്തിൽ തന്നെ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം, വളരെ സന്തോഷകരമായ നിമിഷങ്ങൾ. അതുപോലെ നമ്മുടെ രാജു രഞ്ജിത്ത് അദ്ദേഹത്തിന്റെ പുസ്തക പ്രകാശനം ഇന്ന് മൂന്നാം തരത്തിലുള്ള പുസ്തക പ്രകാശനം പല പരിപാടികളിലും ഞാൻ പങ്കെടുത്തു കഴിഞ്ഞു. അപ്പോൾ അനശ്വരതയുടെ ഉൾക്കനൽ എന്ന ഒരു 3ാമത് കവിതാ സമാഹാരമാണ് ഇന്ന് ഉദ്ഘാടനം നടക്കുന്നത്. സാഹിത്യകാരി ഗൗരി നന്ദ, ശ്രീജിത്ത് കൈരളി, ജ്യോതിലാൽ, സജിത്ത് ശിങ്കാരപ്പള്ളി, രഞ്ജിത്ത് കൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. DMK സംസ്ഥാന നേതൃയോഗം പുനലൂരിൽ നടത്തി. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ DMK സ്ഥാനാർത്ഥികൾ മത്സരിക്കുമെന്ന് നേതാക്കൾ പറഞ്ഞു. പാർട്ടിയുടെ ഔദ്യോഗിക ചിഹ്നമായ ഉദയസൂര്യൻ കേരളത്തിൽ ഉപയോഗിക്കാൻ അനുമതി തേടി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ സമീപിച്ചതായി സംസ്ഥാന സെക്രട്ടറി KR മുരുകേശൻ പറഞ്ഞു. DMK സംസ്ഥാന നേതൃയോഗമാണ് പുനലൂരിൽ നടത്തിയത്. പുനലൂർ ജെംസ് അരീന ഓഡിറ്റോറിയത്തിൽ ചേർന്ന നേതൃയോഗം സംസ്ഥാന സെക്രട്ടറി KR മുരുകേശൻ ഉദ്ഘാടനം ചെയ്തു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ DMK സ്ഥാനാർത്ഥികൾ വ്യാപകമായി മത്സരരംഗത്തുണ്ടാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇതിനുള്ള അനുവാദം ചെന്നൈയിൽ നിന്നും ലഭിച്ചു. പാർട്ടിയുടെ ഔദ്യോഗിക ചിഹ്നമായ ഉദയസൂര്യൻ പാർട്ടിക്ക് കേരളത്തിൽ ഉപയോഗിക്കാൻ അനുവാദം തേടി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ പാർട്ടി ഇതിനോടകം സമീപിച്ചതായും മുരുകേശൻ വ്യക്തമാക്കി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ചെയ്യുന്ന ഓരോരോ കാര്യങ്ങൾ അവിടെ നിന്ന് നമ്മുടെ തമിഴ്നാട് മുഖ്യമന്ത്രി നോക്കിക്കൊണ്ടിരിക്കണം. നമ്മൾ വിചാരിക്കും നമ്മൾ പുനലൂരിൽ ഒരു മീറ്റിംഗ് നടത്തുന്നുണ്ട്, തിരുവനന്തപുരത്ത് നടത്തുന്നുണ്ട്, ഇടുക്കിയിൽ നടത്തുന്നുണ്ട്, പാലക്കാട് നടത്തുന്നുണ്ടെന്ന്. ഇവർ നമ്മൾ ഓരോരോ കാര്യം വാച്ച് ചെയ്തുകൊണ്ടിരിക്കണം. ഇവിടെ രജിരാജ് എൻ്റെ അടുത്ത് ബന്ധപ്പെട്ടത് മുതൽ
പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, സാർ നമുക്ക് പഞ്ചായത്ത് ബോർഡ് ഇലക്ഷൻ മത്സരിക്കണം, MLA ഇലക്ഷൻ മത്സരിക്കണം എന്ന്. ഇപ്പോൾ 2 ദിവസത്തിന് മുമ്പ് നമ്മുടെ കേരളം മൊത്തമുള്ള ആൾക്കാരെ ഞാൻ അവിടെ ചെന്നൈയിലേക്ക് വിളിച്ചുകൊണ്ട് പോയി നമ്മുടെ പാർട്ടി ഓഫീസിൽ സന്ദർശിച്ച് മുഖ്യമന്ത്രി കുറേ ആളുകൾ കണ്ടു, പിന്നെ ബാക്കി ഡെപ്യൂട്ടി CMനെ ഇവിടെ പുനർവരുന്ന എല്ലാ ആൾക്കാരും കണ്ടു. അപ്പോൾ നമുക്ക് 1 ലഡ് കിട്ടുന്നതാണ് പോയത്, അവിടെ കിട്ടിയത് 3 ലഡാണ് കിട്ടിയത്. അവർ പഞ്ചായത്ത് ബോർഡ് മാത്രമല്ല, പഞ്ചായത്ത് ബോർഡ് ഇലക്ഷനിൽ മത്സരിക്കാൻ ചിഹ്നം തരാം, അത് അവർ കൺഫേം പറഞ്ഞ്. അതുപോലെ വരുന്ന അസംബ്ലി ഇലക്ഷനിലെ ഈ തമിഴ് മേഖല ബാർഡർ ഉള്ള സ്ഥലങ്ങളിൽ 3 പേര് നമുക്ക് മത്സരിക്കണം, അതിനുള്ള ഏർപ്പാട് നമ്മൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് ചെയ്യിപ്പിക്കണം. ഇപ്പോൾ നമ്മുടെ പാർട്ടി തന്നെ മത്സരം ഉണ്ടായി. ഇപ്പോൾ അവർ 3 എന്നുള്ളത് ഇപ്പോൾ 5 വേണമെന്ന് ചോദിക്കാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് അവർ പറഞ്ഞത് ഇടുക്കി, പാലക്കാട്, കൊല്ലം, ഇപ്പോൾ തിരുവനന്തപുരം വേണമെന്ന് ആവശ്യപ്പെട്ട്, വയനാട് വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ 5 ആയി. ഇനിയിപ്പോൾ എത്ര വേണമെന്ന് അറിയത്തില്ല. നമുക്ക് ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഇവിടെ പുനലൂർ നിർവാഹികൾ പറഞ്ഞതുപോലെ സാമ്പത്തികം വേണമെന്ന്. നിങ്ങൾക്ക് ആദ്യം ഏതൊരു വാർഡുകളിലെ മത്സരിക്കണമെന്ന് തീരുമാനിക്കണം. ആദ്യം KS രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു. DMK കൊല്ലം ജില്ലാ സെക്രട്ടറി S രജിരാജ് സ്വാഗതം പറഞ്ഞു. DMK നേതാക്കളായ ചിറ്റാർ രവിചന്ദ്രൻ, ചൊക്കംപെട്ടി മുനിസിപ്പൽ വൈസ് പ്രസിഡന്റ് MK സെൽവകുമാർ, ജില്ലാ സെക്രട്ടറിമാരായ അനീഷ്, റഫീഖ, ജനാർദ്ദനൻ, ദുരൈ പേച്ചിമുത്തു എന്നിവർ പങ്കെടുത്തു. സംഘടനയുടെ ഭാവി പരിപാടികൾ ചർച്ച ചെയ്തു. ശ്യാംലാൽ, AK നവാസ്, അജ്മൽ ബിൻ ജമാൽ, സദാശിവനാചാരി, അജയകുമാർ, ഷാജി സുലൈമാൻ, ഹരി പുനലൂർ, ജോൺസൺ കൊട്ടാരക്കര തുടങ്ങിയവരും പങ്കെടുത്തു. വിവിധ വിഷയങ്ങളെ ആസ്പദമാക്കി നടന്ന ചർച്ചകൾക്ക് റിനു രാജൻ കിഴക്കേക്കര, അജിത്ത് ചെങ്ങമനാട്, അച്ചു ബിലാൽ, രാമർ ശ്രീനിവാസ്, ദിനേശൻ പ്ലാച്ചേരി, അയ്യപ്പൻ പുനലൂർ, ഫസലുദ്ദീൻ, അയ്യപ്പൻ മഞ്ഞമൺകാല, ലാൽജി മോഹൻ, റാണി ആദിത്യ, ഗീതാകൃഷ്ണൻ, ഗിരിജ, ഹേമ രഞ്ജിത്ത് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പുനലൂർ. CPIയുടെ നേതൃത്വത്തിൽ ദളിത് അവകാശ സംരക്ഷണ സെമിനാർ മാവേലിക്കരയിൽ നടത്തി. സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായാണ് സെമിനാർ സംഘടിപ്പിച്ചത്. CPI സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള ദളിത് അവകാശ സംരക്ഷണ സെമിനാറാണ് മാവേലിക്കരയിൽ സംഘടിപ്പിച്ചത്. മദ്രാസ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ചന്ദ്രു സെമിനാർ ഉദ്ഘാടനം ചെയ്തു. വലിയ ലക്ഷ്യങ്ങൾക്കുള്ള ഇന്ത്യയിലെ 5-1 വിഭാഗം ദളിതരാണ്. 140 കോടി ജനങ്ങളിൽ 35 കോടി ജനങ്ങളെ മനുഷ്യരായി പരിഗണിച്ചിട്ടില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. Rajasthan bar passed a resolution how you can have a Manu statue in the High Court. Are we administering Manu? Are we living by Manu Dharma? There is no question. Some 4 years back, 2 women got into the statue and put the black paint on the Manu statue. Policemen arrested them, took them to the police station and recorded their statement. The Thana man asked the ladies, why did you put black paint? The 2 ladies gave a statement. KPMS ജനറൽ സെക്രട്ടറി പുന്നല ശ്രീകുമാർ സെമിനാറിൽ പങ്കെടുത്തു. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭകളിൽ ദളിതരെ മന്ത്രിമാരാക്കുന്നില്ലെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കേരളത്തിലെ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് കുറെ കാലം ഇങ്ങോട്ട് പരിശോധിച്ചാൽ ഈ വിഭാഗങ്ങളുടെ ഇടയിൽ നിന്നൊരു മന്ത്രി ഉണ്ടാകുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ് 57 ഗവൺമെന്റിലെ ചാത്തൻ മാസ്റ്റർ, അതിനുശേഷം അച്യുതമേനോൻ ഗവൺമെന്റിലെയും അതുപോലെ തന്നെ വയനാട് ഗവൺമെന്റിലും പ്രാതിനിധ്യം ഉണ്ടായിരുന്ന അങ്ങനെ തലയെടുപ്പോടു കൂടി നിന്ന് അതിനുശേഷം ഉണ്ടായിട്ടില്ല. ഇവിടെ ശ്രീമതി ഭാർഗവി തങ്കപ്പൻ ഡെപ്യൂട്ടി സ്പീക്കറായിരുന്നു. ഇടയിൽ പിന്നെ വന്ന ഡെപ്യൂട്ടി സ്പീക്കർമാരെ നമ്മൾ പരിശോധിച്ചാൽ CA കുര്യൻ, മണ്ണാർഗഡ് നിന്നുള്ള ശ്രീ ജോസ് ബേബി, അവരൊക്കെ ഒഴിച്ചാൽ പിന്നീട് ഇങ്ങോട്ടിരുന്ന ശ്രീ V ശശി, ഇപ്പൊ ശ്രീ ചിറ്റയം ഗോപകുമാർ ആ മേഖലയിലേക്ക് വരുന്നില്ല. അപ്പൊ ഈ പട്ടിക വിഭാഗങ്ങളുടെ അവകാശ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു സെമിനാർ സംഘടിപ്പിക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഒരു കറക്റ്റിംഗ് ഫോഴ്സായി ഞങ്ങളും നിൽക്കും, ഞങ്ങളെ സംരക്ഷിക്കാൻ പാർട്ടിയും നിൽക്കണം എന്ന അഭിപ്രായമാണ് എനിക്ക് ഈ സെമിനാറിൽ പങ്കുവയ്ക്കാനുള്ളത്. കൃഷി വകുപ്പ് മന്ത്രി P പ്രസാദ് മോഡറേറ്ററായി. ന്യൂസ് ബ്യൂറോ, മാവേലിക്കര. ഓൺലൈൻ വ്യാപാരത്തിനും ചെയിൻ ഷോപ്പുകളുടെ കടന്നുകയറ്റത്തിനുമെതിരെ ക്യാമ്പയിന് തുടക്കം. സൗത്ത് വിഷന്റെ നേതൃത്വത്തിലാണ് ബോധവൽക്കരണ ക്യാമ്പയിൻ ആരംഭിച്ചത്. നമ്മുടെ സമ്പത്ത് നമ്മുടെ നാടിന് എന്ന ആശയമുയർത്തിയാണ് ക്യാമ്പയിൻ നടത്തുന്നത്. ജില്ലയിൽ 40 കേന്ദ്രങ്ങളിൽ ക്യാമ്പയിൻ സംഘടിപ്പിക്കും. നമുക്കറിയാവുന്നതുപോലെ കേരള സംസ്ഥാനത്ത് മാത്രം പ്രവർത്തിച്ചുകൊണ്ട് രാജ്യത്ത് കേബിൾ TV മേഖലയിലും ഇന്റർനെറ്റ് മേഖലയിലും വളരെ ഉയർന്ന സ്ഥാനങ്ങളിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കമ്പനിയാണ്. ഇന്ന് കേരളത്തില് സാധാരണക്കാരായ ജനങ്ങൾക്ക് അവരുടെ ബഡ്ജറ്റിന് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അവരുടെ എല്ലാവിധ സേവനങ്ങളും കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന കമ്പനിയാണ്. ഓൺലൈൻ പർച്ചേസും ചെയിൻ ഷോപ്പുകളും സാധാരണ കച്ചവട മേഖലകളെ തകർത്തെറിയുകയാണ്. ഈ രീതി പ്രാദേശിക വ്യാപാരികളുടെ ഉപജീവന മാർഗം നഷ്ടപ്പെടുത്തുന്നു എന്ന് മാത്രമല്ല, നാടിന്റെ സമ്പത്ത് നമ്മുടെ നാടിനും സംസ്ഥാനത്തിനും രാജ്യത്തിനും തന്നെ പുറത്തേക്ക് പോകുന്നു എന്നത് ഗൗരവത്തോടെ കാണേണ്ടതാണ്.
ഓൺലൈൻ ഷോപ്പിംഗും സ്വദേശ വിദേശ കോർപ്പറേറ്റ് കമ്പനികളുടെ ചെയിൻ ഷോപ്പുകളും ചെറുകിട കച്ചവട മേഖലകളെ പൂർണ്ണമായും ഇല്ലാതാക്കുന്നതോടൊപ്പം നാടിന്റെ സാമ്പത്തിക സന്തുലിതാവസ്ഥയെയും വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട്. ഈ അപകടകരമായ അവസ്ഥയും ചെറുകിട വ്യാപാരികൾ നിലനിൽക്കേണ്ടതായ നാടിന്റെ ആവശ്യകതയും പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെയാണ് സൗത്ത് വിഷൻ ബോധവൽക്കരണ ക്യാമ്പയിന് കൊല്ലം ജില്ലയിൽ തുടക്കം കുറിച്ചത്. ജില്ലയിലെ 40 കേന്ദ്രങ്ങളിൽ സൗത്ത് വിഷൻ ചാനലിന്റെ ഒരു പ്രോഗ്രാം ടീം സഞ്ചരിച്ച് ഓരോ പ്രദേശത്തെയും രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക പ്രവർത്തകരുടെ സാന്നിധ്യത്തിൽ പൊതുജനങ്ങളുമായി സംവദിക്കുകയും മേൽപ്പറഞ്ഞ അപകടം അവരെ ബോധ്യപ്പെടുത്തി പൊതുജനങ്ങളെ പ്രാദേശിക കച്ചവട മേഖലകളിലേക്ക് തിരികെ എത്തിക്കുക എന്നതാണ് പരിപാടിയുടെ ഉദ്ദേശ്യ ലക്ഷ്യം. നമ്മുടെ സമ്പത്ത് നമ്മുടെ നാടിന് എന്ന ആശയത്തോടുകൂടി സൗത്ത് വിഷൻ ആരംഭിക്കുന്ന ക്യാമ്പയിന്റെ ഉദ്ഘാടനം കൊല്ലം രാമോർമ ക്ലബ്ബിൽ നടന്നു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ ഉദ്ഘാടനം നിർവഹിച്ചു. ലക്ഷക്കണക്കിനായിട്ടുള്ള ചെറുകിട വ്യാപാര മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളുള്ളതാണ് കേരളം എന്ന് പറയുന്നത്. ആ കേരളത്തെ സംബന്ധിച്ച് പുതിയ ഒരു കോർപ്പറേറ്റ് സംസ്കാരം കേരളത്തിന്റെ മണ്ണിലേക്ക് കടന്നു വന്നപ്പോൾ എന്ന് പറഞ്ഞാൽ ആദ്യം അത് ചെറിയ സൂപ്പർ മാർക്കറ്റുകളായി കടന്നു വന്നു. പിന്നെ അത് വലിയ മാളുകളായി, ലുലു മാളുകളായി, ഒബ്രോഡ് മാളായി, കൊച്ചിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് മാളുകളുണ്ട്, മോറായി, റിലയൻസായി. അങ്ങനെ പണ്ട് ചെറുകിട വ്യാപാര മേഖലകൾ എവിടെയൊക്കെയാണോ സജീവമായിരുന്നത് അവിടെയൊക്കെ ഇത്തരം മാളുകൾ രൂപപ്പെട്ടതോടുകൂടി തൊഴിലില്ലാതെ പോയ അനാഥമാക്കപ്പെട്ട ആയിരക്കണക്കിന് ചെറുകിട വ്യാപാര മേഖലകളുടെ കഥകൾ നമ്മുടെ മുമ്പിലുണ്ട്. സൗത്ത് വിഷൻ ചെയർമാൻ ബിനു പി അധ്യക്ഷത വഹിച്ചു. നിങ്ങൾക്ക് വിശദമായുള്ള അവരുടെ ആശയങ്ങളും ചർച്ചകളും ഈ കമ്മിറ്റിയിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത്തരം വിഷയങ്ങളിലേക്ക് നമ്മുടെ ഈ പരിപാടി 40 കേന്ദ്രങ്ങൾ നടക്കുമ്പോൾ തന്നെ ഈ നാട് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മൾ അവരുടെ നാട്ടിലുള്ള ജനങ്ങളുമായി സംവാദിച്ച് അവരിലുണ്ടാകുന്ന ഈ നാടിന് നഷ്ടപ്പെടുന്ന പൈതൃകം അല്ലെങ്കിൽ സാമ്പത്തിക സ്രോതസ് എന്തൊക്കെയാണെന്ന് വിശദീകരിക്കാനുള്ള അവസരമാണ്. ഇത്തരം പരിപാടിയിലാണ് എല്ലാവരും സ്വീകരിക്കുമെന്ന് പറഞ്ഞത് എൻ്റെ മറുപടി. സൗത്ത് വിഷൻ മാനേജിംഗ് ഡയറക്ടർ ബിനു ശിവദാസ് വിഷയം അവതരിപ്പിച്ചു. ഇവിടെ ശ്രദ്ധിക്കപ്പെടുന്നത് എയർടെല്ലിനെയോ അല്ലെങ്കിൽ ടാറ്റയോ അല്ലെങ്കിൽ ഫ്രഷിനെയോ മോറിനെയോ ഒന്നുമല്ല. ആദിത്യ പിള്ളയും ടാറ്റയും ഒന്നുമല്ല. അതിനപ്പുറത്തേക്ക് ഈ മേഖലയിൽ ഇപ്പോൾ പത്തനാപുരം, കൊല്ലം ജില്ലയിലെ മറ്റൊരു ഗ്രാമപ്രദേശമായ പത്തനാപുരം, ആ പത്തനാപുരത്തേക്കാണ് അടുത്ത ലുലു മാളിന്റെ കടന്നുവരവ്. രാഷ്ട്രീയം മാറ്റിവെക്കൂ, മതപരമായ ചിന്തകൾ മാറ്റിവെക്കൂ, സംഘടനാപരമായ വേർതിരിവുകൾ മാറ്റിവെച്ചിട്ട് ഒറ്റക്കെട്ടായി കേരളത്തിലെ വ്യാപാരി സമൂഹത്തിന് പറയാൻ കഴിയണം, കേരളത്തിലെ സാധാരണക്കാരന്റെ ജീവിതമാർഗം നഷ്ടപ്പെടുന്ന തരത്തിലേക്കുള്ള മാളുകൾ ഇനി കേരളത്തിൽ വരാൻ പാടില്ല. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് എസ് ദേവരാജൻ, വ്യാപാരി വ്യവസായി സമിതി ജില്ലാ പ്രസിഡന്റ് ആർ രാധാകൃഷ്ണൻ, കേരള വിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ജ്യോതികുമാർ VS, വ്യാപാരി വ്യവസായി സമിതി ജില്ലാ സെക്രട്ടറി മഞ്ജു സുനിൽ, ഭാരതീയ വ്യാപാരി വ്യവസായി സംഘം ജില്ലാ ട്രഷറർ ഗിരീഷ് തക്കടം, യുണൈറ്റഡ് മർച്ചന്റ് ചേംബർ ജില്ലാ സെക്രട്ടറി ഓസ്റ്റിൻ ബെന്നൻ, സൗത്ത് വിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ സുരേഷ് ബാബു P, COA ജില്ലാ സെക്രട്ടറി ഇ നൌഷാദ, COA ജില്ലാ ട്രഷറർ മുരളീധരൻ പിള്ള G തുടങ്ങിയവർ പങ്കെടുത്തു. വിഭാഗവും കൈവയ്ക്കുവാൻ മുതിർന്നിട്ടില്ലാത്ത ഒരു മേഖലയിലേക്ക് സൗത്ത് വിഷൻ കൈവച്ചുകൊണ്ട് കൈകാര്യം ചെയ്യുന്നതിനായി ഒരു വലിയ ദൗത്യമാണ് ഏറ്റെടുത്തത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം എന്നല്ല, നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം തന്നെ വിനാശകരമായ ഒരു വിഷയം, അത് അതിൻ്റെ ഗൗരവത്തിലെടുക്കാത്ത സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളിലേക്ക് അതിൻ്റെ ഗൗരവം കൊണ്ടുചെന്നെത്തിക്കുന്നതിന് വേണ്ടി സൗത്ത് വിഷൻ ഏറ്റെടുക്കുന്ന ഈ ദൗത്യത്തിൽ 100% കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും അതിന്റെ പ്രവർത്തകരും നിങ്ങളോടൊപ്പം ഏതറ്റം വരെയും ഉണ്ടാകുമെന്ന് GS താജുഗോപാൽ നന്ദി രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, കൊല്ലം. തഴവ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും പ്രതിഷേധ സംഗമവും സംഘടിപ്പിച്ചു. തഴവ പാവുമ്പ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ സംഗമം നടത്തിയത്. ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അട്ടിമറിക്കുന്നെന്നാരോപിച്ചാണ് മാർച്ച് നടത്തിയത്. ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അട്ടിമറിക്കുകയാണെന്നാരോപിച്ചാണ് തഴവ പാവുമ്പ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ തഴവ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും പ്രതിഷേധ സംഗമവും നടത്തിയത്.
പ്രതിഷേധ സംഗമം CR മഹേഷ് MLA ഉദ്ഘാടനം ചെയ്തു. വൈകുന്നേരങ്ങളിലും രാവിലെയും മുഴുവൻ സ്ത്രീകളും, ഒരു സ്ത്രീ പോലും വീട്ടിൽ വെറുതെ ഇരിക്കുന്നില്ല എന്നുള്ളതാണ്. അതിന് നിങ്ങളെ പ്രേരിപ്പിച്ചത്, നിങ്ങൾക്ക് ധൈര്യം തന്നത് ഈ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയാണ്. പിന്നെ മറ്റൊരു കാര്യം, നിങ്ങളൊരു 10-15 വർഷത്തിന് മുമ്പ് നിങ്ങൾക്ക് ഏതെങ്കിലും ആകപ്പാട് അസാധുക്യം അറിയാൻ തഴവ സൊസൈറ്റി അറിയില്ല. അതിനപ്പുറത്ത് വേറൊരു ബാങ്ക് നിങ്ങൾക്ക് അറിയാമായിരുന്നു. പണ്ട് നമ്മൾ റോഡിൽ പോകുമ്പം ATM കൗണ്ടർ കാണും, പൈസ ഇടുന്നത്. അപ്പോൾ പലരും അന്ന് പറഞ്ഞു ഒരു അത്ഭുതം നടക്കുന്നുണ്ട്, കുറ്റിപ്പുറത്തൊക്കെ ഒരു മെഷീനകത്ത് കൊണ്ട് മെഞ്ചാറ് കുത്തു കൊട്ടുമ്പോൾ നോട്ട് ഇറങ്ങി വരും. എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല, നമ്മൾ വിചാരിക്കുന്നത് ദൈവം കൊണ്ട് വെക്കുന്നതാണ്. അപ്പോൾ അവിടെ വില കൂടിയ കുറേ കാറുകൾ കാണും. ആ കാറിൽ നിന്ന് ഇറങ്ങി വരുന്ന 10 വരുന്നതിലും 1 ഒക്കെ ഇട്ട് നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ പണക്കാരൻ അങ്ങോട്ട് കയറി 2 കുത്തും കാശെടുക്കും. അപ്പം നിങ്ങൾ കുത്തിയാലും കാശ് വരത്തില്ലേ? നിങ്ങൾ കുത്താൻ പഠിച്ചില്ലേ? ഇപ്പം ഏതെങ്കിലും ബാങ്കിൽ കയറുന്നതിന് നിങ്ങൾക്ക് പേടിയുണ്ടോ എന്ന് പറഞ്ഞാൽ സാമ്പത്തിക ഇടപാട് ഡിജിറ്റലായിരിക്കുകയാണ്. ഹോട്ടലിൽ കയറി കാപ്പ് കുടിച്ച് എത്ര രൂപ എന്ന് ചോദിച്ചാൽ 60 രൂപ എന്ന് പറഞ്ഞാൽ നമ്മൾ മൊബൈലിൽ കേൾക്കുമ്പോൾ കീന്നൊരു സൗണ്ട് കേൾക്കും. കാശില്ലാതെ കീ വരുന്നില്ല. അപ്പോൾ ആ തലത്തിലേക്ക് വിദ്യാഭ്യാസം ഇല്ലാത്തവരെയും നമ്മളെപ്പോലെയുള്ള സാധാരണക്കാരായിട്ടുള്ള നിരാലംബരായിട്ടുള്ള ആളുകളെയൊക്കെ പ്രാപ്തമാക്കിയത് ഈ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയാണ്. തഴവ മണ്ഡലം പ്രസിഡന്റ് തഴവ ബിജു അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് KA ജവാദ്, രമ ഗോപാലകൃഷ്ണൻ, MA ആസാദ്, AA റഷീദ്, അഡ്വക്കേറ്റ് B അനിൽകുമാർ, തുളസീധരൻ, ത്രിദീപ് കുമാർ, മായ സുരേഷ്, M മുകേഷ്, മിനി മണികണ്ഠൻ, സൈനുദ്ദീൻ, വത്സല, നിസ തൈക്കൂട്ടത്തിൽ തുടങ്ങിയവർ പങ്കെടുത്തു. ഈ രാജ്യത്തെ തൊഴിലുറപ്പ് നിയമം പൂർവാധികം ശക്തിയോടെ മുമ്പോട്ട് പോവുകയും തൊഴിലാളികൾക്ക് 500 രൂപ വരെ ശമ്പളം കൊടുക്കുന്ന തരത്തിലേക്ക് കോൺഗ്രസ് തീരുമാനമെടുത്ത് പോകുന്ന തരത്തിലേക്കുള്ള പ്രകടന പത്രിക കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മൾ പ്രഖ്യാപിച്ചതാണ്. വരും നാളുകളിൽ പ്രാവർത്തികമാക്കുവാൻ കോൺഗ്രസ് സജ്ജമാകും. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അത് പ്രാവർത്തികമാക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നവരും കൂടി നിങ്ങൾ അറിയിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അതാണ് കോൺഗ്രസ് പറയുന്നത്. കേന്ദ്രം ഒരു തീരുമാനമെടുത്താൽ അതിനെ അതിജീവിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാനുള്ള കഴിവും മാർജവും സംസ്ഥാന ഗവൺമെന്റുകൾക്കുണ്ട്. എന്നാൽ ആ ഒരു ഉത്തരവാദിത്ത ബോധമെടുക്കുവാൻ പിണറായി വിജയൻ തയ്യാറാകുന്നില്ല. ആ ഒരു തീരുമാനമെടുക്കണം എന്ന് ഓർമ്മപ്പെടുത്താനാണ് നമ്മൾ ഈ സമരവുമായി കടന്നു വന്നത്. ഞാൻ ദീർഘമായി കടന്നു പോകുന്നില്ല. ന്യൂസ് ബ്യൂറോ, തഴവ. ചവറ ശങ്കരമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അമ്മ മനസ്സ്, വിശപ്പ് രഹിത നാട്, സഹപാഠിക്കൊരു കൈത്താങ്ങ് തുടങ്ങിയ പദ്ധതികളുടെ പ്രവർത്തനോദ്ഘാടനം നടത്തി. SPC യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് പദ്ധതികൾ നടപ്പാക്കുന്നത്. ചവറ ശങ്കരമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ SPC യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് അമ്മ മനസ്സ്, വിശപ്പ് രഹിത നാട്, സഹപാഠിക്കൊരു കൈത്താങ്ങ് തുടങ്ങിയ പദ്ധതികളുടെ പ്രവർത്തനോദ്ഘാടനം നടത്തിയത്. സ്കൂൾ മുറ്റത്ത് മാവിൻ ചുവട്ടിൽ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിലായിരുന്നു പരിപാടി. അമ്മ മനസ്സ് പദ്ധതിയുടെ ഉദ്ഘാടനം ഡോക്ടർ സുജിത്ത് വിജയൻപിള്ള MLA നിർവഹിച്ചു. പിന്നെ അത് കുറിച്ച് അവിടെ ഒരു ഓഡിറ്റോറിയം ഉണ്ടായിരുന്നു. ഇതേപോലെ ഫംഗ്ഷൻ വരുമ്പോൾ പറയും ആ ഫംഗ്ഷൻ കഴിയട്ടെ, ഈ ഫംഗ്ഷൻ കഴിയട്ടെ എന്ന് പറഞ്ഞ് ഓഡിറ്റോറിയം ഒക്കെ പൊളിച്ചു തരാൻ ഒരുപാട് സമയം എടുത്തുകൊണ്ടാണ് നമുക്ക് അങ്ങനെ 1-2-3 വർഷം അങ്ങനെ പോയി. ഞാൻ അന്നത്തെ PTA പ്രസിഡന്റിനോടും ഒക്കെ നിരന്തരം പറയുകയാണ്, പൊളിച്ചു തരാൻ താമസിച്ചു കഴിഞ്ഞാൽ പണി അത്രയും താമസിക്കും. പിന്നെ അവർ പൊളിച്ചു തന്നു. സോയിൽ ടെസ്റ്റ് ചെയ്തിട്ട് അതിന്റെ റിപ്പോർട്ട് അനുസരിച്ച് വേണം ഡിസൈൻ ചെയ്ത് അതിനൊക്കെ അതിൻ്റെതായ താമസമുണ്ട്. നമ്മൾ കയറി ഇറങ്ങി നടക്കുകയാണ്. ഇന്നിപ്പോൾ ആ ഫയല് ചീഫ് എഞ്ചിനീയറുടെ ഓഫീസിലുണ്ട്. അദ്ദേഹം തിങ്കളാഴ്ച ചൊവ്വാഴ്ചയോ ഉൾപ്പെട്ട് ടെക്നിക്കൽ സാങ്ഷൻ തരുന്നതോടുകൂടി ടെൻഡർ ചെയ്യും. നല്ലൊരു കോൺട്രാക്ട് ആണെങ്കിൽ നമുക്ക് 6 മാസം കൊണ്ട് പണി പെട്ടെന്ന് തീർത്തുകൊണ്ട് അടുത്ത വർഷമാകുമ്പോഴത്തേക്ക് സ്കൂളിൽ കിട്ടണം. നിങ്ങൾക്ക് അവിടെ ഹൈസ്കൂളിന് വേണ്ടി തരാം. പിന്നെ കുറച്ച് പരാതികളൊക്കെ മാധ്യമങ്ങളിലൂടെ കണ്ടു. ഇവിടെ ഹയർ സെക്കൻഡറിയുമായി ബന്ധപ്പെട്ടാണ്. അത് ലാബ് സൗകര്യങ്ങളില്ല, ലാബിൻ്റെ ഫെസിലിറ്റി ഇല്ല. അത് പൊതുമധ്യത്തിൽ ഒരു ഗവൺമെന്റിനെതിരെയുള്ള പരാതിയായിട്ട് തന്നെ പ്രതിപക്ഷ പാർട്ടികൾ പറയുന്നുണ്ട്. തീർച്ചയായിട്ടും അതിന് ഏറ്റവും പ്രാധാന്യം കൊണ്ട് നൽകുന്നതാണ്. അത് മുഖവരിക്കെടുക്കുകയാണ് ആ വിമർശനങ്ങളെല്ലാം തന്നെ ഗവൺമെന്റ്. അതിനകത്ത് ഗവൺമെന്റിന്റെ ഈ റിപ്പോർട്ടുകളടക്കം, പത്രമാധ്യമങ്ങളുടെ റിപ്പോർട്ടുകളടക്കം ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ അന്വേഷണം നടക്കുകയാണ്. പ്രഥമാധ്യാപിക എലിസബത്ത് ഉമ്മൻ അധ്യക്ഷത വഹിച്ചു. ഇതെല്ലാം വളർത്തിയെടുക്കാൻ ഉതകുന്ന ധാരാളം പ്രവർത്തനങ്ങൾ നമ്മുടെ സ്കൂളിൽ ചെയ്യുന്നുണ്ട്. നമ്മുടെ കുട്ടികൾ എങ്ങനെയായിരിക്കണം, ഏത് തലത്തിലേക്കാണ് നമ്മുടെ മക്കൾ വളരേണ്ടത് എന്നുള്ളതൊക്കെ നമ്മുടെ SPCയുമായി ബന്ധപ്പെട്ട ധാരാളം പ്രവർത്തനത്തിൽ നമ്മുടെ അവരുടെ ആ പ്രവർത്തന ശൈലി കണ്ടാൽ അവർ പേരൻസിനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമ്മുടെ സ്കൂളിൽ 3 പ്രൊജക്റ്റുകളാണ് ഏറ്റവും ഇപ്പോൾ നമ്മൾ ചെയ്യാനായിട്ട് ആഗ്രഹിച്ചത്. അപ്പോൾ അതിന്റെ പ്രവർത്തനങ്ങൾ ഏറ്റവും മെച്ചപ്പെടുത്തേണ്ടതുണ്ട്. എന്ന മനസ്സ് നമ്മുടെ മക്കളോടൊപ്പം, മക്കളുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരാണ് നമ്മുടെ അമ്മമാർ.
എല്ലാ കാര്യങ്ങളും അമ്മമാരോടാണ് അവർ പറയുന്നത്. അപ്പോൾ നമ്മുടെ മക്കളെ കേൾക്കാനുള്ള ഒരു മനോഭാവമാണ് ആദ്യം നമ്മുടെ പേരൻസ് വളർത്തിയെടുക്കേണ്ടത്. വിശപ്പ് രഹിത നാട് പദ്ധതിയുടെ ഉദ്ഘാടനം ചവറ SHO എം ഷാജഹാനും സഹപാഠിക്കൊരു കൈത്താങ് പദ്ധതിയുടെ ഉദ്ഘാടനം സൈക്കോളജിസ്റ്റ് ഡോക്ടർ മുരളി മോഹനും നിർവഹിച്ചു. നമ്മളെല്ലാം കളക്ടറുടെ ബംഗ്ലാവിലോട്ട് താമസം മാറ്റി. ഇതാണ് മെന്റൽ പവർ. അവള് കറക്റ്റായിട്ട് 22 വയസ്സായപ്പോ അവർക്ക് IAS കിട്ടി. IAS കിട്ടിയിട്ട് അച്ഛനും അമ്മയും എല്ലാം കൂടെ കളക്ടറുടെ ബംഗ്ലാവിലോട്ട്. ഓരോ കുട്ടിയുടെയും വിൽ പവർ അനുസരിച്ച് അവരുടെ ജീവിതം ഉയർച്ചയിലേക്ക് പോകും. അപ്പൊ കുട്ടികളുടെ ശരീരത്തിന്റെ ആരോഗ്യമല്ല പ്രധാനം. പക്ഷെ അമ്മമാര് ഇഡ്ഡലി കൊടുക്കും, ദോശ കൊടുക്കും, മോനെ ഒരു ഇഡ്ഡലിയും കൂടെ തിന്നെന്ന് പറയും, മുട്ട കൊടുക്കും. പക്ഷെ അതുകൊണ്ട് മാത്രം കാര്യമില്ല. ശരീരം വളരുന്നതിനോടൊപ്പം എന്ത് വളരണം? ശരീരം വളരുന്നതിനോടൊപ്പം നമ്മുടെ എന്തും വികസിച്ചു വരണം. അപ്പൊ ഒരു കുട്ടി റാങ്ക് വാങ്ങിക്കുന്നു, ഒരുപാട് ബുദ്ധിമുട്ടുള്ള വീട്ടിലുണ്ടായിട്ട് പഠിച്ച IAS എടുക്കുന്നു. ഈ അടുത്ത കാലത്ത് തൊഴിലുറപ്പിന് പോകുന്ന ഒരു അമ്മയുടെ മക്കള് IAS കിട്ടിയ പേപ്പറിലുണ്ടായിരുന്നു. SPC CPO IGG സ്വാഗതം പറഞ്ഞു. SPC ഗാർഡിയൻ പ്രസിഡന്റ് നാസറുദ്ദീൻ, സീനിയർ അസിസ്റ്റന്റ് ആനന്ദ് ജോത്സ്ന, സ്റ്റാഫ് സെക്രട്ടറി സരിത GS, C സുഗുണൻ, S രാജേന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. വളരെ ഉത്തരവാദിത്വ ബോധത്തോടു കൂടി പ്രവർത്തിക്കേണ്ട ഒരു കടമയുള്ള അമ്മമാരെയാണ് നമ്മൾക്ക് ആവശ്യമുള്ളത്. നമ്മുടെ കുട്ടികളുടെ സ്വഭാവം, വളർച്ച ഇവയെല്ലാം നിർണ്ണയിക്കുന്നതിൽ അമ്മമാരുടെ പങ്കാളിത്തം വളരെ വലുതാണ്. 2010 SPC തുടങ്ങുന്ന അവസരത്തിൽ തന്നെ ഈ ആശയം ഊന്നിക്കൊണ്ടുകൊണ്ടാണ് സമൂഹത്തെ ഉടച്ചു വാർക്കാമെന്നുള്ള ആശയത്തിലൂന്നിയാണ് SPC തുടങ്ങിയത് തന്നെ. ഒരു അമ്മ എന്നാൽ എങ്ങനെയാവണം, അതിലൂടെ ഒരു സമൂഹത്തിനെ എങ്ങനെ മാറ്റാം എന്ന ആശയമാണ് ഇവിടെ പ്രാവർത്തികമാക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ചവറ. പ്രധാന വാർത്തകൾ വീണ്ടും. കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ വാഹനാപകടത്തിൽ യുവാവിന് ദാരുണാന്ത്യം. കുന്നിക്കോട് വിളക്കുടിക്ക് സമീപമായിരുന്നു അപകടം. കാവൽപുര സ്വദേശി അഖിലാണ് മരിച്ചത്. ഓൺലൈൻ വ്യാപാരത്തിനും ചെയിൻ ഷോപ്പുകളുടെ കടന്നുകയറ്റത്തിനുമെതിരെ ക്യാമ്പയിന് തുടക്കം. സൗത്ത് വിഷന്റെ നേതൃത്വത്തിലാണ് ബോധവൽക്കരണ ക്യാമ്പയിൻ ആരംഭിച്ചത്. നമ്മുടെ സമ്പത്ത് നമ്മുടെ നാടിനെ എന്ന ആശയം ഉയർത്തിയാണ് ക്യാമ്പയിൻ. കടലിൽ മുങ്ങിയ കപ്പലിന്റെയും കണ്ടെയ്നറുകളുടെയും അവശിഷ്ടങ്ങളിൽ മത്സ്യബന്ധന വലകൾ കുരുങ്ങുന്നു. മത്സ്യബന്ധനത്തിന് പോകുന്ന ബോട്ടുകളിലെ വലകൾക്ക് നാശം സംഭവിക്കുന്നത് പതിവ്. അഴീക്കലിൽ നിന്നും കഴിഞ്ഞ ദിവസം കടലിൽ പോയ ബോട്ടിന്റെ വലകളും നശിച്ചു. തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കുന്നെന്ന ആരോപണം. തഴവ ഗ്രാമപഞ്ചായത്തിലേക്ക് കോൺഗ്രസ് മാർച്ച്. പ്രതിഷേധ സംഗമവും നടത്തി. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.